പുറത്ത് പോയൊന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നാലോ? അതെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. സൺഡേ ഇക്കാടെ ഓഫ് ആയതുകൊണ്ട് സാറ്റർഡേ നൈറ്റാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബസ്സിനാണ് നമ്മൾ പോകുന്നത്. ബസ്സിൽ കയറണമെങ്കിൽ നമുക്ക് നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ള ഈ ബ്രിഡ്ജ് കയറി അപ്പുറ സൈഡിൽ ഇറങ്ങണം. അങ്ങനെ ലിഫ്റ്റിലൊക്കെ കയറി ബ്രിഡ്ജ് കൂടെ നടന്നു പോവേണ്. അങ്ങനെ ബസ് കാത്ത് നിൽക്കുകയാണ് നമ്മൾ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ ചുമ്മാ പോസ്റ്റ് അടിച്ച് നിൽക്കുകയില്ലേ. ഒരു 5-10 മിനിറ്റ് ആയപ്പോൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പോകുന്ന ബസ്. രാത്രി സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബസ്സിൽ കയറാനായാലും. ബസ്സിൽ കയറിയിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് തന്നെയാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ വേറെ എങ്ങോട്ടുമല്ല പോകുന്നത്, നമ്മുടെ സ്ഥിര റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള പാനൂർ റെസ്റ്റോറൻറ്റ് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ബസ്സിൽ കയറാനായിട്ടുള്ള തിരക്കാണിത്. രാത്രി ടൈം ആയതുകൊണ്ടാണ് ഇത്രയ്ക്ക് തിരക്ക്. അങ്ങനെ ബസ്സിലൊക്കെ കയറി ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ഒരു സീറ്റ് കണ്ടപ്പോൾ അവിടെ ഇരുന്ന്. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ളതല്ലേ, നിന്നാൽ മതി, എന്നാലും കുഴപ്പമില്ല. സീറ്റ് വെറുതെ കിടക്കുമ്പോൾ നമ്മൾ ഇരിക്കാതിരിക്കണ ശരിയല്ലല്ലോ. അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തി. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ഈ ബ്രിഡ്ജ് കയറി അപ്പുറം ഇറങ്ങിയാൽ നമുക്ക് നമ്മുടെ പാനൂർ റെസ്റ്റോറൻറ്റ് എത്തുള്ളൂ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, മിക്കപ്പോഴും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഈ പാനൂർ റെസ്റ്റോറൻറ്റിൽ വന്നാണ് കഴിക്കാറ്. അങ്ങനെ ബ്രിഡ്ജൊക്കെ കയറി ഇറങ്ങി. എന്നിട്ട് റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ എത്തിയപ്പോഴാണ് ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ അവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടത്. എന്നാലും നമ്മൾ ബോർഡ് നോക്കിയാലും നമ്മൾ മെനു വാങ്ങിച്ചിട്ട് അത് നോക്കിയിട്ടാണ് വാങ്ങിക്കാറ് പതിവ്. ഈ ഏരിയയൊക്കെ ഞാൻ ഇവിടെ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ എപ്പോഴും വീഡിയോ എടുത്ത് വെക്കുകയും വീഡിയോയിൽ ഇടാറുമുണ്ട്. താഴെ സ്ഥലം ഉണ്ടെങ്കിലും നമ്മൾ മുകളിലാണ് ഇരിക്കാമെന്ന് വിചാരിച്ചാൽ മുകളിൽ കുറച്ചും കൂടെ നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ നാളെ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. നേരെ ചെന്ന് കൈയൊക്കെ വാഷ് ചെയ്ത് അവിടെ ടേബിളിൽ ഇരുന്നിട്ട് മെനു ഒക്കെ അവരെ നിന്ന് വാങ്ങിച്ച് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നോക്കിയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് സ്പെഷ്യലായിട്ട്. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തത് പെപ്പർ ചിക്കനും നാനും പൊറോട്ടയും അപ്പമൊക്കെയാണ്. എന്നാലും മെനു വെറുതെയെങ്കിലും നോക്കണമല്ലോ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടാന്ന്. അങ്ങനെ ആദ്യം തന്നെ അവർ സലാഡൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ സ്റ്റാർട്ടറായിട്ടൊരു ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. അത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. വാട്ടർമെലൺ ജ്യൂസ് എന്തോ ആണ്. അതൊക്കെ കുടിച്ച് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഫുഡിനായിട്ട്. തിരക്കുള്ളതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ബട്ടർ നാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്, ഇക്കാക്കും ഇഷ്ടമാണ്. പിന്നെ ഇക്കായാണ് പൊറോട്ട ഓർഡർ ചെയ്തത്. പൊറോട്ടയോട് എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ല. എന്തോ അന്ന് നമ്മൾ പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടുത്തെ അന്നത്തെ പൊറോട്ട അത്ര രസമില്ലായിരുന്നു. കുറച്ച് സമയം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ ഫുഡൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ ബട്ടർ നാനും പെപ്പർ ചിക്കനും ഒക്കെ എടുത്ത് ഫുഡ് ട്രൈ ചെയ്ത് നോക്കിയാണ്. കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ മുന്നത്തെ തവണ വന്നപ്പോൾ പെപ്പർ ചിക്കൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പോയപ്പോൾ അത്ര അന്നത്തെ ആ ഒരു ടേസ്റ്റ് വന്നിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ വെറുതെ ഇരുന്നപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.